ഹലോ എവറി വൺ, വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. ദിസ് ഇസ് മോസിന. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് UGC നെറ്റ് ഇക്കണോമിക്സിലെ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് എന്ന മൊഡ്യൂളിലെ തിയറി ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് പറ്റിയിട്ടുള്ള ഷുംബീറ്റീരിയൻ തിയറിയാണ്. ഓക്കെ, ജോസഫ് ഷുംബീറ്ററുടെ തിയറിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഷുംബീറ്റീരിയൻ തിയറി ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സോ ജോസഫ് അലോയ്സ് ഷുംബീറ്റർ, അദ്ദേഹത്തെക്കുറിച്ച് ഇടയ്ക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക്, ബാക്ക്ഗ്രൗണ്ട്, കാര്യങ്ങളെല്ലാം. സോ ഓസ്ട്രേലിയൻ അമേരിക്കൻ ഇക്കണോമിസ്റ്റ് ആണ്. ദെൻ ദ തിയറി ഓഫ് എക്കണോമിക്സ് ഡെവലപ്മെൻറ്റ് 1911 1934 ഇയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കാണ് ബിസിനസ് സൈക്കിൾ 1939. ദെൻ അനദർ വർക്ക് ഇസ് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് ഡെമോക്രസി 1942. പലരും ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ പലരും കാൾ മാർക്സ് ആയിട്ട് ഇത് മാറി ആൻസർ ചെയ്യാറുണ്ട്. പ്രത്യേകം ഓർക്കുക, ഈ വർക്ക് എഴുതിയത് 1942 ജോസഫ് ഷുംബീറ്റർ ആണ്. ദെൻ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് അനാലിസിസ് 1954, അത് റീപ്രിൻ്റ് ചെയ്തത് 1966. ആൻഡ് അനദർ ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുള്ളൊരു കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഹി പോപ്പുലറൈസ്ഡ് ദ ടേം ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ക്രിയേഷനും ഡിസ്ട്രക്ഷനും. അദ്ദേഹം ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇൻട്രൊഡ്യൂസ്ഡ് ഡൈനാമിക്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ്. സോ നമുക്ക് ഇതെന്താണ് ഈ തിയറിയിലൂടെ പറയുന്നത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അസംഷൻസ്. അപ്പോൾ ഏതൊരു തിയറിയും പറയുമ്പോൾ നമ്മൾ അസംഷൻസിലൂടെയാണ് തുടങ്ങാറ് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഷുംബീറ്ററുടെ അസംഷൻസ് എന്ന് നോക്കാം. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് എക്കോണമി ഇൻ എ സ്റ്റേഷനറി സ്റ്റേറ്റ്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് എക്കോണമിയാണ്. ക്ലാസിക്കൽസിൻ്റെ ഐഡിയാസ് കംപ്ലീറ്റ് അങ്ങനെയൊക്കെ തന്നെയാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് അവർ പറയുന്നത്. ദെൻ നോ പ്രോഫിറ്റ് ഇല്ല. നോ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല. നോ സേവിങ്സ് ഇല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. ആൻഡ് ഓൾസോ നോ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ല. ഓക്കെ, ദെൻ ദ ഇക്കോണമി ഈസ് ഇൻ സർക്കുലാർ ഫ്ലോ വിത്തൗട്ട് ചേഞ്ച്. പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. ഇക്കോണമി ഇങ്ങനെ ഒരു സർക്കുലാർ ഫ്ലോയിൽ ഇങ്ങനെ അത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയിൽ പെട്ടെന്ന് ഒരാൾ കടന്നു വരുന്നു. ആ കഥാനായകനാണ് ആക്ച്വലി നമ്മുടെ ജോസഫ് ഷുംബീറ്റർ പറയുന്ന ഓൺട്രപ്രനർ എന്നുള്ളൊരു കൺസെപ്റ്റിനെ എംഫസൈസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു തിയറിയാണ് ജോസഫ് ഷുംബീറ്ററുടെ ഈ ഷുംബീറ്റീരിയൻ തിയറി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഷുംബീറ്റർ തിയറി പറയുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ഷുംബീറ്റർ, ഡെവലപ്മെൻറ്റ് ഈസ് സ്പോണ്ടേനിയസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ്. ആദം സ്മിത്തിൻ്റെ തിയറിയും ഷുംബീറ്ററിൻ്റെ തിയറിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് തന്നെ. ആദം സ്മിത്ത് പറയുന്നത് സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ് എന്നാണ്. സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ് ആണ് എന്ത് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ബട്ട് ഷുംബീറ്റർ പറയാണ് ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ്. സ്പോണ്ടേനിയസ് ആണ്, അഥവാ സ്റ്റഡി അല്ല. ആൻഡ് ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ചേഞ്ച് ഇൻ ദ ചാനൽസ് ഓഫ് ദ സർക്കുലർ ഫ്ലോ. ഒരു സർക്കുലർ ഫ്ലോയിൽ ഇങ്ങനെ പോവുകയാണ് ഇക്കോണമി. നമ്മൾ പറഞ്ഞു എക്കോണമി ഒരു സർക്കുലർ ഫ്ലോയിൽ ഇങ്ങനെ പോവുകയാണ്. അതിൽ നിന്നുള്ളൊരു ഡിസ്കണ്ടിന്യൂഷനാണ് ആക്ച്വലി എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, ദെൻ വിച്ച് ചേഞ്ചസ് ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ദെൻ ചേഞ്ചസ് ആർ ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ വിത്തിൻ ദ മോഡൽ, ഈ മോഡലിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ആ ചേഞ്ചസ് അവിടെ എന്താണ്, അഡാപ്റ്റഡ് ആണ്. അപ്പിയർ ഇൻ ദ സ്ഫിയേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ലൈഫ്. ദെൻ ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് വെൻ ന്യൂ കോമ്പിനേഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് ഇന്നോവേഷൻസ്. ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നോവേഷൻസിനെ എംഫസൈസ് ചെയ്തുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റ് തിയറി മുന്നോട്ട് വെച്ചത് ആരാണെന്നുള്ള ചോദ്യം പലപ്പോഴും കാണാറുണ്ട്. ദാറ്റ് ഈസ് ജോസഫ് ഷുംബീറ്റർ. ഇന്നോവേഷൻസ്, ഇപ്പോൾ നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ ഡൈനാമിക്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ്, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, ഇപ്പോൾ നമുക്കൊരു വാക്കും കൂടി കിട്ടിയിരിക്കുന്നു, ഇന്നോവേഷൻ. ഇതെല്ലാം ഷുംബീറ്ററെ കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്, ഓർത്തു വെക്കുക. നെക്സ്റ്റ് ഇസ് ഇന്നോവേഷൻ മേ കൺസിസ്റ്റ് ഓഫ്. അപ്പോൾ ഷുംബീറ്റർ ഇന്നോവേഷൻ എന്ന് പറഞ്ഞു. ഇനി ഇന്നോവേഷൻ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്. ഒന്നുകിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റിനെ ഒരു ന്യൂ മെത്തേഡിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇത് രണ്ടും എന്താവാം, ഇന്നോവേഷൻ ആകാം. തീർന്നില്ല. ഓപ്പണിംഗ് അപ്പ് ഓഫ് എ ന്യൂ മാർക്കറ്റ്, പുതിയൊരു മാർക്കറ്റ് തന്നെ തുറക്കുന്നത് എന്താണ്, അതും ഇന്നോവേഷൻ ആണ്. ദെൻ carrying out new organization of any industry like the creation of a monopoly. പുതിയ ഒരു ഓർഗനൈസേഷനെ തന്നെ കൊണ്ടുവരിക.
പുതിയൊരു ഓർഗനൈസേഷനെ തന്നെ കൊണ്ടുവരിക, മൊണോപ്പൊളി പോലത്തെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതും എന്താണ്, ഇന്നോവേഷനാണ്. ദെൻ കോൺക്വസ്റ്റ് ഓഫ് ന്യൂ സോഴ്സ് ഓഫ് സപ്ലൈ റോ മെറ്റീരിയൽസ് ഓർ സെമി മാനുഫാക്ചേർഡ് ഗുഡ്സ്. സോഴ്സ് ഓഫ് സപ്ലൈ, ഓക്കെ, ആ സപ്ലൈൻ്റെ രീതികളിലും പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റീവായിട്ട് കൊണ്ടുവരിക, അതും എന്താണ്, ഇന്നോവേഷനിൽ പെടുന്നു. സോ ഷുംപീറ്ററിൻ്റെ തിയറി പ്രകാരം, അക്കോർഡിംഗ് ടു ഷുംപീറ്റർ, the introduction of a new product and the continual improvements in the existing ones lead to development. ഷുംപീറ്ററിൻ്റെ അഭിപ്രായത്തിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ്, ഒരു പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരികയോ പുതിയതായിട്ടൊരു കാര്യം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളിൽ കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയെല്ലാം ഇന്നോവേഷൻസ് ആയിട്ടും ആ ഇന്നോവേഷൻസ് ഡെവലപ്മെൻറ്റിന് കാരണമാകും എന്നുമാണ് ഈ ഒരു ഷുംപീറ്റീരിയൻ തിയറി പറയുന്നത്. ഓക്കെ, ദെൻ റോൾ ഓഫ് ഇന്നോവേറ്റർ. റോൾ ഓഫ് ഇന്നോവേറ്റർ, ഒരു ഇന്നോവേറ്ററെ അദ്ദേഹം ഓൺട്രപ്രനർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഓൺട്രപ്രനർ. അപ്പോൾ ഈ ഓൺട്രപ്രനറുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ഓൺട്രപ്രനർക്ക് ഉണ്ടാവേണ്ട ആ ഒരു ഗുണം, ആ ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അത് ദ ഡിസയർ ടു ഫൗണ്ട് എ പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ കിങ്ഡം. ഓക്കെ, ആ ഒരു ഡിസയർ ഉണ്ടായിരിക്കുക, വളരെ അംബീഷ്യസ് ആയിരിക്കുക ഒരു ഇന്നോവേറ്റർ. ദെൻ ദ വിൽ ടു കോൺകർ ആൻഡ് പ്രൂവ് ഹിസ് സുപ്പീരിയോറിറ്റി. ഓക്കെ, the will to conquer and prove his superiority, the joy of creating, getting things done and exercising one's energy and ingenuity. ആ ഒരു സന്തോഷം ഉണ്ടായിരിക്കുക, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു ജോയ് ഓഫ് ക്രിയേറ്റിംഗ് ദ ന്യൂ തിങ് അത് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ഇന്നോവേറ്ററെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ദ ഇന്നോവേറ്റർ മസ്റ്റ് ബി ആൻ ഓൺട്രപ്രനർ ഹു ഇൻട്രൊഡ്യൂസസ് സംതിങ് എൻറ്റയർലി ന്യൂ. സംതിങ് എൻറ്റയർലി ന്യൂ ആയിട്ടുള്ളൊരു കാര്യം കൊണ്ടുവരുന്ന ആളെയാണ്, അത്തരത്തിലൊരു ഇന്നോവേഷൻ നടത്തുന്ന ആളെയാണ് എന്ത് പറയുന്നത്, ഓൺട്രപ്രനർ എന്ന് പറയുന്നത്. ഹി ഡയറക്ട്സ് ദ യൂസ് ഓഫ് ഫണ്ട്സ്. ഓക്കെ, ഫണ്ടുകളെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നു. അതാണ് ഓൺട്രപ്രനറുടെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. To perform his economic condition, the entrepreneur requires two things. അപ്പോൾ ഒരു എൻ്റർപ്രനർക്ക് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് വേണമെന്ന് പറയുന്നു. ദാറ്റ് ഈസ് എക്സിസ്റ്റൻസ് ഓഫ് ടെക്നിക്കൽ നോളജ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ന്യൂ. നമ്മൾ പറഞ്ഞു, ഒരു പുതിയ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയോ ഉള്ള പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനിലുള്ള ചേഞ്ചസിനെ ഇന്നോവേറ്റീവായിട്ട് കണ്ടുപിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ എന്താണ്, ഇന്നോവേഷൻസ് ആണ്. അതൊക്കെ എൻ്റർപ്രനർഷിപ്പിലേക്ക് നയിക്കും. സോ അതിനെന്ത് വേണം, technical knowledge is important and also power of disposal over the factors of production. Factors of production ഏതൊക്കെയാണ്? LLC, ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ. ഇതിൻ്റെ മുകളിൽ ഒരു സുപ്പീരിയർ അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഡിസ്പോസൽ, ആ ഒരു പവർ വേണം, ആ ഒരു ഡിസ്പോസലിനുള്ള പവർ വേണം. According to Schumpeter, a pool of untapped technical knowledge exists which he can make use of. Hence, credit is essential for development. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ ഒരു ഓൺട്രപ്രനർ ചെയ്യുന്നത് ഫണ്ടിനെ വിനിയോഗിക്കാനുള്ള ഒരു ഡയറക്ഷനാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് വേണം, ഫണ്ട് വേണം. ദാറ്റ് ഈസ് ബാങ്ക് ക്രെഡിറ്റ് ആവശ്യമാണ് ഇന്നോവേറ്റർക്ക്. ഓക്കെ, നെക്സ്റ്റ് റോൾ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഒരു ഓൺട്രപ്രനർ, നമ്മൾ നേരത്തെ ക്യാപിറ്റലിസ്റ്റുകളായിട്ടൊക്കെ പറഞ്ഞത് ഇവിടെ ആക്ച്വലി ക്യാപിറ്റലിസ്റ്റ് അല്ല, ഇവിടെ ഒരു ഓൺട്രപ്രനർ ആണ്. അപ്പോൾ ഈ ഓൺട്രപ്രനർക്ക് എങ്ങനെയാണ് ഒരു ഇന്നോവേഷൻ ഉണ്ടാക്കാനുള്ള മോട്ടിവേഷൻ വരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം പ്രോഫിറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ്. സോ റോൾ ഓഫ് പ്രോഫിറ്റ്. An entrepreneur innovates to earn profits. Profits are surplus over cost. ഓക്കെ, ആ ഒരു കോസ്റ്റിന് മുകളിലുള്ള സർപ്ലസിനെയാണല്ലോ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അണ്ടർ കോമ്പറ്റീറ്റീവ് കണ്ടീഷൻസ്, the price of each product just equal its cost of production and there are no profit. Perfect competitionൽ എന്താണ്, അവിടെ ഒരു നോ പ്രോഫിറ്റ് എന്ന് പറയുന്നു. പ്രോഫിറ്റ് അറൈസ് ഡ്യൂ ടു ഡൈനാമിക് ചേഞ്ചസ് റിസൾട്ടിങ് ഫ്രം ആൻ ഇന്നോവേഷൻ. അപ്പോൾ ഈ ഒരു ഡൈനാമിക് ചേഞ്ച് എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റലിസ്റ്റുകളുടെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ചേഞ്ചസിനെ കുറിച്ചും അഥവാ ഡൈനാമിക്സ് ഓഫ് ക്യാപിറ്റലിസം എന്നുള്ളൊരു കൺസെപ്റ്റ് ഷുംപീറ്റർ കൊണ്ടുവരുന്നുണ്ട്. ദേ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ടിൽ ദ ഇന്നോവേഷൻ ബിക്കംസ് ജനറൽ. ഇത് ഏതുവരെ തുടരുമെന്ന് വെച്ചാൽ ആ ഒരു ഇന്നോവേഷൻ എല്ലായിടത്തും എത്തി അത് ജനറലൈസ് ചെയ്യുന്നത് വരെ എന്ത് തുടരും, ഈ ഒരു
ഇത് തുടരും, ആ ഒരു ഡൈനാമിക് ചേഞ്ച് തുടരുമെന്നാണ് പറയുന്നത്. ദെൻ ബ്രേക്കിംഗ് ദ സർക്കുലർ ഫ്ലോ. നമ്മൾ പറഞ്ഞു എക്കോണമി ഇങ്ങനെ ഒരു സർക്കുലർ ഫ്ലോയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സർക്കുലർ ഫ്ലോനെ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിക്കൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇന്നൊവേഷൻ. ആ ഇന്നൊവേഷനിലൂടെയാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. അതിന് കാരണം ഓൺട്രപ്രനർ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു നിർത്തി. സോ എങ്ങനെയാണ് ആ ബ്രേക്കിംഗ് ദ സർക്കുലർ ഫ്ലോ സംഭവിക്കുന്നത്? ഓക്കെ, ദ സർക്കുലർ ഫ്ലോ ഈസ് ബ്രോക്കൺ വിത്ത് ആൻ ഇന്നോവേഷൻ ഇൻ ദ ഫോം ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് ബൈ ആൻ ഓൺട്രപ്രനർ. ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കുന്നതോടുകൂടി ആ ഒരു സർക്കുലർ ഫ്ലോയിൽ ഒരു മാറ്റം വരുന്നു. ദെൻ ദ ഇന്നോവേറ്റേഴ്സ് ആർ ഫിനാൻസ്ഡ് ബൈ ബാങ്ക് ക്രെഡിറ്റ്. അവർക്ക് എന്ത് വേണം? ഫണ്ട് വേണം. അത് ബാങ്ക് ക്രെഡിറ്റിലൂടെയാണ് സാധ്യമാകുന്നത്. ആൻഡ് എക്സ്പാൻഷൻ ആൻഡ് ദേ പേ ഇൻട്രസ്റ്റ് ഓൺ ദ മണി ബോറോഡ് ഫ്രം ദ ബാങ്ക്. ആ ഒരു ബാങ്കിൽ നിന്നുള്ള മണിക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ വൺസ് ദ ന്യൂ ഇന്നോവേഷൻ ബിക്കംസ് സക്സസ്ഫുൾ ആൻഡ് പ്രോഫിറ്റബിൾ അതർ എൻ്റർപ്രനേഴ്സ് ഫോളോ ഇൻ സ്വാം ലൈക്ക് ക്ലസ്റ്റേഴ്സ്. ഈ വാക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഷുംബീറ്റിയറുടെ തിയറിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൈനാമിക്സ് ഓഫ് ക്യാപിറ്റലിസം, ഇപ്പോൾ ഇവിടെ പഠിച്ചിട്ടുള്ള സ്വാം ലൈക്ക് ക്ലസ്റ്റേഴ്സ്, അതുപോലെ ഇന്നോവേഷൻ, ഓൺട്രപ്രനർ, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ ഈ വാക്കുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷുംബീറ്റിയറുടെ തിയറിയിൽ. അപ്പോൾ സ്വാം ലൈക്ക് ക്ലസ്റ്റേഴ്സ്, മറ്റ് എൻ്റർപ്രനേഴ്സ് എന്ത് ചെയ്യാണ്? സ്വാം ലൈക്ക് ക്ലസ്റ്ററുകളായിട്ട് ഒരുപാട് പേര് അതിനെ ഫോളോ ചെയ്യുകയാണ്. ഓക്കെ, ഇന്നോവേഷൻസ് ഇൻ വൺ ഏരിയ മേ ഇൻഡ്യൂസ് അതർ ഇന്നോവേഷൻസ് ഇൻ റിലേറ്റഡ് ഏരിയ. ഒരു ഏരിയയിലുള്ള ഇന്നോവേഷൻ എന്തിന് കാരണമാകും? അടുത്ത ഏരിയയിലും കൂടി അത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാരണമാകും. ഫോർ എക്സാമ്പിൾ, ഒരു മോട്ടോർ കാർ എമർജ് ചെയ്യുന്നു, ഒരു കാർ ഇൻഡസ്ട്രി എമർജ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കാറിന് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ധനം, അങ്ങനെ ഒരുപാട് മേഖലകളിൽ എന്ത് ചെയ്യും? വീണ്ടും ഒരു ഓൺട്രപ്രണർഷിപ്പ് വരും. സോ അതാണ് നമ്മൾ പറയുന്നത് ഒരു ഇത് എന്ന് പറഞ്ഞാൽ വൺ മേ ഇൻഡ്യൂസ് ടു അനദർ. ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മറ്റു സെക്ടറിനും കൂടിയുള്ള ഗ്രോത്തിന് കാരണമാകുകയാണ്. ഓക്കെ, നെക്സ്റ്റ് സൈക്ലിക്കൽ പ്രോസസ്. ഈ ഒരു സൈക്ലിക്കൽ പ്രോസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ഫിനാൻസ്ഡ് ബൈ ബാങ്ക് ക്രെഡിറ്റ്. ഇറ്റ് ഇൻക്രീസസ് മണി, ഇൻകം ആൻഡ് പ്രൈസസ് ആൻഡ് സെറ്റ് ദ ഫോഴ്സസ് ഓഫ് എക്സ്പാൻഷൻ ഇൻ ദ എക്കോണമി. ഓക്കെ, ദെൻ ഈ ഒരു ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂടുന്ന സമയത്ത് ദ ഡിമാൻഡ് ഫോർ പ്രൊഡക്ട്സ് ഓഫ് ഓൾഡ് ഇൻഡസ്ട്രീസ് ഇൻക്രീസസ്. ഓക്കെ, ഓൾഡ് ഇൻഡസ്ട്രിയിലുള്ള ഡിമാൻഡും കാര്യങ്ങളൊക്കെ കൂടുന്നു. സപ്ലൈ ഫോളിങ് ഷോർട്ട്, കാരണം ഡിമാൻഡ് കൂടുന്നുണ്ട്, അതിനനുസരിച്ച് സപ്ലൈ കൂടുന്നില്ല, അപ്പോൾ സപ്ലൈ ഫോളിങ് ഷോർട്ട്. ദെൻ പ്രൈസ് റൈസ് ചെയ്യുന്നു, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഓൾഡ് ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബാങ്ക് ക്രെഡിറ്റിലൂടെ. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് സപ്ലൈ ഷോർട്ടാണെന്ന് ഓൺട്രപ്രനർ അറിയുന്നു. അവരെന്ത് ചെയ്യുന്നു? ഫ്രഷ് വേവ് ഓഫ് ക്രെഡിറ്റ് ഇൻഫ്ലേഷൻ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ദ ഇന്നോവേഷൻ. അവർ ഇന്നോവേഷൻ നടത്തുന്നു. ആ ഇന്നോവേഷനും ഓൾറെഡി ഓൾഡ് ഇൻഡസ്ട്രിയിലുള്ള ഇൻഫ്ലേഷനും തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. നമുക്ക് ഗ്രാഫിലൂടെ കാണിച്ചു തരാം. അത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. ആൻഡ് ഓവർ ഒപ്റ്റിമിസം ആൻഡ് സ്പെക്യുലേഷൻ ആഡ്സ് മോർ മൊമെൻറ്റം ടു ദ എക്സ്പാൻഷൻ. അപ്പോൾ ഈ ഇൻഫ്ലേഷനും സംഭവിക്കുകയാണ്, ഇന്നോവേഷനിലൂടെ ഉള്ള കാര്യങ്ങളും സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ഓവർ ഒപ്റ്റിമിസം ഉണ്ടാകുന്നു, അതുപോലെ സ്പെക്യുലേഷൻ, ഊഹാപോഹങ്ങൾ ഉണ്ടാകുന്നു. അതൊന്നും കൂടി എക്സ്പാൻഷന് മൊമെൻറ്റം, അതിൻ്റെ ഒരു ഗതി കൂട്ടുന്നുണ്ട്. വെൻ the new product from new innovation arrive in the market, they displace the old products. അപ്പോൾ ഓൺട്രപ്രനർ പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നു. ഓക്കെ, പുതിയ പ്രൊഡക്റ്റ് ഇറക്കുന്നു, അതോടുകൂടി ഓൾഡ് പ്രൊഡക്റ്റിന് അവിടെ ഡിമാൻഡ് കുറയുന്നു. അതാണ് ഇവിടെ പറയുന്നത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ഒന്നിനെ നശിപ്പിച്ചുകൊണ്ടാണ് മറ്റേത് കൂടുതൽ പുതിയത് നല്ലതായിട്ട് വരുന്നത്. ഓക്കെ, സോ ദ പ്രൈസസ് ഓഫ് ഓൾഡ് പ്രൊഡക്ട്സ് ഫോൾ. അപ്പോൾ പുതിയൊരു നല്ല പ്രൊഡക്റ്റ് വരുന്നു, സ്വാഭാവികമായിട്ടും പഴയതിൻ്റെ പ്രൈസ് കുറയുന്നു, കാരണം അതിൻ്റെ ഡിമാൻഡ് കുറയുന്നു. ആൻഡ് കാരണം ഫോളിങ് ഡിമാൻഡ്. ദ ഓൾഡ് ഫേംസ് ആർ ഫോഴ്സ്ഡ് ടു റെഡ്യൂസ് ദെയർ ഔട്ട്പുട്ട്. അതുകൊണ്ട് തന്നെ ഓൾഡ് ഫേംസിന് അവരുടെ ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, അവരുടെ എംപ്ലോയ്മെൻറ്റ് റെഡ്യൂസ് ആവേണ്ടി വരുന്നു. സം ക്ലോസ് ഡൗൺ ദെയർ ഓപ്പറേഷൻ, ചിലർ ഷട്ട് ഡൗൺ ചെയ്തിട്ട് പോകുന്നു. ആസ് ദ ഇന്നോവേറ്റേഴ്സ് ബിഗിൻ ടു റീപേ ബാങ്ക് ക്രെഡിറ്റ്. അങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇന്നോവേറ്റർ അത്യാവശ്യം പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു, പ്രോഫിറ്റ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതി വരുമ്പോൾ ഇന്നോവേറ്റർ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിലോട്ട് എത്തിയത്? ബാങ്ക് ക്രെഡിറ്റിലൂടെയാണ് അല്ലേ? ആ ബാങ്ക് ക്രെഡിറ്റിന് ഈ ഇന്നോവേറ്റർ എന്ത് ചെയ്യണം? ലോണിനുള്ള ഇൻട്രസ്റ്റ് റീപേ ചെയ്യണം. അങ്ങനെ ഒരു ബാങ്ക് ക്രെഡിറ്റുകൾ റീപേ ചെയ്യുന്ന സമയത്ത്
ഇന്നോവേറ്റർക്കും പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ദ സപ്ലൈ ഓഫ് മണി ഫാൾസ് ആൻഡ് പ്രൈസ് ബിഗാൻ ടു ഫാൾ. അപ്പോൾ ഇന്നോവേറ്റർക്കും എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു സപ്ലൈ ഓഫ് മണി കുറയ്ക്കേണ്ടി വരും, കാരണം ബാങ്ക് ക്രെഡിറ്റിലേക്ക് തിരിച്ചടക്കേണ്ട സമയമായി. ദെൻ പ്രോഫിറ്റ് ഡിക്ലൈൻ. ക്ലാസിക്കൽസിൽ പറയുന്നത് പോലെ തന്നെ ഡിക്ലൈനിങ് ഓഫ് പ്രോഫിറ്റ് ഇവിടെയും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അൺസർട്ടൈനിറ്റീസ് ആൻഡ് റിസ്ക് ഇൻക്രീസസ്. ഓക്കെ, ദെൻ ദ മോട്ടിവേഷൻ ടു ഇന്നോവേറ്റ് ഡിസപ്പിയേഴ്സ്. കാരണം അവിടെ പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് ഒരു ഓൺട്രപ്രണർക്ക് ഇന്നോവേഷനുള്ള മോട്ടിവേഷൻ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇക്കോണമി സ്ലിപ്സ് ഇൻ ടു ഡിപ്രഷൻ. ഇക്കോണമി എന്താകുന്നു? ഒരു ഡിപ്രഷനിലോട്ട് കടക്കുന്നു. ഓക്കെ, ദെൻ ഹൗവർ ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ലോങ് ഡിപ്രഷൻ, ഒരുപാട് കാലം ഇക്കോണമി ഡിപ്രഷനിൽ കിടക്കില്ല. ഒരു ലോങ് ഡിപ്രഷന് ശേഷം ദ ഫോഴ്സസ് ഓഫ് റിക്കവറി അപ്പയർ വൺസ് അഗെയിൻ. ആ ഡിപ്രഷനിൽ നിന്നും ഒരു റിക്കവറി സംഭവിക്കും, കാരണം പുതിയ ഇന്നോവേറ്റേഴ്സ് വീണ്ടും വരും. ഓക്കെ, സോ എൻ്റർപ്രനർ ബിഗിൻ വിത്ത് ന്യൂ വേവ് ഓഫ് ഇന്നോവേഷൻസ്. പുതിയ എൻ്റർപ്രനർ പുതിയ ഇന്നോവേഷൻസുമായിട്ട് ഇക്കോണമിയിലേക്ക് കടന്നു വരും. സോ ഷുംപീറ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൺട്രപ്രനർ ആണ് ഈ ഒരു ഗ്രോത്ത് പ്രോസസ്സിനെ അഥവാ ഡെവലപ്മെൻറ്റിനെ മെയിനായിട്ട് നയിക്കുന്ന ഒരു ഏജൻറ്റ്. മാത്രമല്ല ഷുംപീറ്റർ ഡിസ്ക്രൈബ്സ് ദിസ് പ്രോസസ് ആസ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ക്രിയേഷനും ഡിസ്ട്രക്ഷനും, ഒന്നിന് ഡിസ്ട്രക്ഷൻ ഉണ്ടായിക്കൊണ്ടാണ് മറ്റൊന്ന് ക്രിയേറ്റ് ആകുന്നത്. സോ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഷുംപീറ്റർ മുന്നോട്ട് വെക്കുന്നത്. ദെൻ നമുക്ക് ഈ സൈക്ലിക്കൽ പ്രോസസ്സ് ഒന്ന് നോക്കാം അല്ലേ. സൈക്ലിക്കൽ പ്രോസസ്സ് ആദ്യം എന്താ സംഭവിക്കുന്നത്? ഇത് പ്രൈമറി വേവ് ആണ്. ഓക്കെ, ഇൻഫ്ലേഷൻ കാരണം ഒക്കെ ആയിട്ട്, കാരണം ഒരുപാട് സാധനങ്ങളുടെ ഡിമാൻഡ് കൂടുന്നു, പക്ഷെ അവിടെ അപ്പോഴും ഓൾഡ് ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ. അതിന് ഡിമാൻഡ് കൂടി പ്രൈസ് കൂടി ഇൻഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത് ഇത് പ്രൈമറി വേവ്. ആ സമയത്താണ് ഇന്നോവേറ്റർ പുതിയ പ്രൊഡക്റ്റും കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജിയുമായിട്ട് വരുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും? അവിടെ ഒരു സെക്കൻഡറി വേവ് സൂപ്പർ ഇമ്പോസ് ചെയ്യും. അങ്ങനെ കുറച്ചു കാലം ഇത് എന്താകും? ഒരു നല്ല ഈ ഒരു പ്രോസ്പെരിറ്റിയിൽ ഇങ്ങനെ പോകും. ആ പ്രോസ്പെരിറ്റിയിൽ ഇങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോൾ. ഓക്കെ, ഒരു റിസഷൻ സംഭവിക്കും. ഇറ്റ് വിൽ ഫോൾ. ആ റിസഷൻ സംഭവിച്ച് അതൊരു ഡിപ്രഷനിലോട്ട് പോകും. ഓക്കെ, ഡിപ്രഷനിലോട്ട് പോകും. ബട്ട് പുതിയ ഇന്നോവേഷൻസ് വരും, റിവൈവൽ ഓർ റിക്കവറി സംഭവിക്കും, ആൻഡ് ഇക്വിലിബ്രിയം പാത്തിലെത്തും. ഇതാണ് ഇക്വിലിബ്രിയം പാത്തിലോട്ടെത്തും. അങ്ങനെ ദിസ് വിൽ കണ്ടിന്യൂ. ഓക്കെ, സോ entrepreneur are therefore the main drivers of the economy. എക്കോണമിയെ നയിക്കുന്ന ഡ്രൈവേഴ്സ് ആയിട്ട് ഇന്നോവേറ്റേഴ്സിനെയാണ് അല്ലെങ്കിൽ ഓൺട്രപ്രനേഴ്സിനെയാണ് ഷുംപീറ്റർ കണക്കാക്കുന്നത്. They bring about economic development in spontaneous and discontinuous manner. കാരണം ഒരേ സൈക്ലിക്കൽ പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഇക്കോണമി. അതിന് ഡിസ്കണ്ടിന്യൂസ് മാനറിൽ പുതിയൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി ഇറക്കുന്ന എൻ്റർപ്രനർ കാരണമാണ് പിന്നീട് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. സോ ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ്. Cyclical swings are the cost of economic development under capitalism. Cyclical swings. Okay. Then the trade cycles are a permanent feature of a capitalist economy. അപ്പോൾ ഇതൊരു ട്രേഡ് സൈക്കിൾ ആണ് അല്ലേ. ഇറ്റ് ഇസ് എ ട്രേഡ് സൈക്കിൾ. അതൊരു ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയുടെ പ്രത്യേകതയാണ് ട്രേഡ് സൈക്കിൾസ്. ദ ഡെത്ത് ഓഫ് ക്യാപിറ്റലിസം. ഇനി ക്യാപിറ്റലിസത്തിനും ഒരു എൻഡ് വരും കേട്ടോ. Schumpeter says that capitalism will survive as long as entrepreneurs continue their entrepreneurial activity. അവർ ഓൺട്രപ്രനർ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം ഈ ക്യാപിറ്റലിസം സർവൈവ് ചെയ്യും. അവർ ഒരു റാഷണലിസ്റ്റ് സൊസൈറ്റി ആണെന്ന് പറയുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഫോഴ്സസ്? 3 ഫോഴ്സസ് ആണ് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീൻ്റെ ഒരു ടെമ്പറമെൻറ്റിന് കാരണമാകുന്നത്. ദ ഡിസെൻഡൻസ് ഓഫ് ദ എൻ്റർപ്രനറൽ ഫംഗ്ഷൻ, ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് ഫാമിലി, ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാപിറ്റലിസ്റ്റുകളുടെ തലമുറ അങ്ങോട്ട് നീങ്ങുന്നില്ല. അതിന് ഒരുപാട് ഡിസിൻറ്റഗ്രേഷനും ആ ഒരു ഫ്രെയിം വർക്കിലുള്ള ഡിസ്ട്രക്ഷനും ഒക്കെ കാരണമാണ്. നെക്സ്റ്റ്, ക്രിറ്റിസിസംസ്. ഏതൊരു തിയറിയും പറയുമ്പോൾ അസംഷൻസ് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിറ്റിസിസംസും. അപ്പോൾ എന്താണ് ഷുംപീറ്ററിൻ്റെ തിയറിക്കുള്ള ക്രിറ്റിസിസംസ്? ഷുംപീറ്റർ അനാലിസിസ് ഓഫ് പ്രോസസ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ക്യാപിറ്റലിസം ടു സോഷ്യലിസം ഇസ് നോട്ട് കറക്റ്റ്. അദ്ദേഹം ഒരു ക്യാപിറ്റലിസം എന്ന കൺസെപ്റ്റിൽ നിന്ന് പതിയെ ഒരു സോഷ്യലിസം എന്നുള്ള കൺസെപ്റ്റിലോട്ട് എത്തുന്ന രൂപത്തിലാണ് ആക്ച്വലി ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അത്
കറക്റ്റ് അല്ല എന്നുള്ളതാണ് പിന്നീട് വന്ന എക്കണോമിസ്റ്റുകൾ പറയുന്നത്. ഹി ഗീവ്സ് ടു മച്ച് ഇമ്പോർട്ടൻസ് ടു ബാങ്ക് ക്രെഡിറ്റ്. കാരണം ഓൺട്രപ്രണർക്കുള്ള ഫണ്ട് കിട്ടുന്നത് ബാങ്ക് ക്രെഡിറ്റിലൂടെയാണെന്ന് പറയുന്നുണ്ട്. സോ ബാങ്ക് ക്രെഡിറ്റിന് ഒരു ഓവർ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നു. ദ ഡൗൺ സ്വിങ്സ് ആൻഡ് അപ് സ്വിങ്സ് ആർ നോട്ട് എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്. അങ്ങനെ ഒരു ഡൗൺ സ്വിങ്, അപ് സ്വിങ്, ഒരു സൂപ്പർ ഇമ്പോസിഷൻ, ഡിപ്രഷൻ, പ്രോസ്പെരിറ്റി ഇതെപ്പോഴും സാധ്യമാകുന്ന ഒന്നല്ല. എക്കണോമിക് ഡെവലപ്മെന്റിന് ഇത് എസെൻഷ്യൽ ഒന്നുമല്ല എന്നുള്ളതാണ് പറയുന്നത്. ദ ഡെവലപ്മെന്റ് നോട്ട് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ഇന്നോവേഷൻ ബട്ട് ഓൾസോ മെനി എക്കണോമിക് ആൻഡ് സോഷ്യൽ ചേഞ്ചസ്. ഇന്നോവേഷനിലൂടെ മാത്രമൊന്നുമല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്, അതിന് ഒരുപാട് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ഡൈനാമിക് ചേഞ്ചസുകൾ ആവശ്യമുണ്ട്. ഷുംബിറ്റേഴ്സ് വ്യൂ ദാറ്റ് സൈക്ലിക്കൽ ചേഞ്ചസ് ആർ ഡ്യൂ ടു ഇന്നോവേഷൻസ് ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ ഈ ഒരു സൈക്ലിക്കൽ ചേഞ്ചസിന് കാരണമായിട്ട് ഷുംബിറ്റർ എന്താ പറയുന്നത്, ഇന്നോവേഷൻസ് ആണെന്ന് പറയുന്നു. അതും കറക്റ്റ് അല്ല. ഓക്കെ, സോ നമുക്കൊരു 2-3 PYQs ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ദ ഡെവലപ്മെന്റ് പ്രോസസ് അണ്ടർ ക്യാപിറ്റലിസം ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ക്രിയേറ്റീവ് ഡിസ്ക്രിപ്ഷൻ. ഇതാരാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ഇറ്റ് ഈസ് ഷുംപീറ്റർ. ഓക്കെ, നെക്സ്റ്റ്, ദ എക്കണോമിസ്റ്റ് ഹൂ സ്ട്രെസ്ഡ് ദ റോൾ ഓഫ് എന്റർപ്രണർ ഇൻ ഡെവലപ്മെന്റ് വാസ് ഹിർഷ്മാൻ, നെർസെ, റോസൻഡെൻ, റോഡ് ആൻഡ് ഷുംപീറ്റർ. വെരി ഈസി, ഷുംപീറ്റർ. നെക്സ്റ്റ് ഈസ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ഷുംപീറ്റർ ഡെവലപ്മെന്റ് ഇസ് എ സ്പോണ്ടേനിയസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ചേഞ്ച്. ഇറ്റ് ഈസ് റൈറ്റ്. റീസൺ എന്താണ്? ഓൺട്രപ്രണർ ഈസ് ദ ഏജന്റ് ഓഫ് ദിസ് ചേഞ്ച്. ഈ ഒരു ചേഞ്ചിന് കാരണം ഓൺട്രപ്രണർ ആണ്. അതും കറക്റ്റ് ആണ്. സോ അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ. So this is about Schumpeterian theory of economic development. I hope this will help in your UGC net preparation. കൂടുതൽ വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം. This is Musina signing off. Greetings from iFor Education.